ബോറോൺ ഡെഫിഷ്യൻസി വരാതിരിക്കുക. ഇപ്പോൾ ബോറോൺ ഡെഫിഷ്യൻസി എങ്ങനെ വരാമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ ഒരു കായ് ഷേപ്പിലല്ലാതെ വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പേരക്ക വരാമെന്നുണ്ട്, ആ പേരക്ക ഷേപ്പിലല്ലാതെ വരിക, പല ഷേപ്പിലായിട്ട് വരിക. അതേപോലെ തന്നെ പേരക്ക കായ്ച്ച് കഴിഞ്ഞാൽ അതിൽ മധുരം ഇല്ലാതിരിക്കുക. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ല. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. വെച്ചാൽ നമ്മളെ കൂടുതലായിട്ട് കായ്ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ മെയ് മാസത്തിൽ ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയിലൊക്കെ നമ്മൾ ചെയ്യേണ്ട പരിചരണത്തെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ആ വീഡിയോ കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. വെച്ചാൽ പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ ഈ മെയ് മാസത്തിലാണോ കൊടുക്കേണ്ടത്, ഫ്രൂട്ട് പ്ലാന്റിനാണോ ചോദിക്കുന്നത്. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ട് SOP സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ പൂക്കുന്നില്ല, SOP തന്നെ ആണോ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളിപ്പോൾ ഈ മെയ് മാസത്തിൽ നമ്മളിപ്പോൾ മണ്ണൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അത് പൂക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പോൾ പൂക്കാൻ ഒരു ഫ്രൂട്ട് പ്ലാന്റ്, ഏതൊരു മാവായിക്കോട്ടെ, ഏതൊരു പ്ലാന്റ് ആണെങ്കിലും പൂക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ വളം കൊടുത്താൽ അത് പൂക്കണമെന്നില്ല. പക്ഷേ അതിന് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയ വളങ്ങളാണ് നമ്മൾ ഘട്ടം ഘട്ടം കൊടുത്തു പോകുന്നത്. അതിൻ്റെ ഒരു ആദ്യ സ്റ്റേജാണ് നമ്മൾ ഈ മെയ് മാസത്തിൽ കൊടുക്കുന്നത്. ചില മഴൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. കാരണം ചെടികൾ നല്ല ഇപ്പോൾ തിങ്ങി കിടക്കുന്ന ഇപ്പോൾ ശീലങ്ങളൊക്കെ തിങ്ങി കിടക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂര്യപ്രകാശം തട്ടുന്ന രൂപത്തിൽ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കും. അതേപോലെ മണ്ണൊന്ന് അസിഡിക്കൊന്ന് മാറ്റും. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് അസിഡിക്കാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളങ്ങളൊന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ മണ്ണൊന്ന് കുമ്മായൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ പ്രൂണൊക്കെ ചെയ്ത് ട്രീറ്റ് ചെയ്താലോ, അപ്പോൾ നല്ല രീതിയിൽ ജൈവ രൂപത്തിലുള്ള അടിവളം നമ്മൾ ഇട്ട് കൊടുക്കുക. അവിടെ നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ചെടികളെ വളർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് പൂക്കാനും കായ്ക്കാനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ മഴക്കാലത്ത് നമ്മളിവിടെ അധികം ഫ്രൂട്ട് പ്ലാന്റും പൂക്കാറില്ല. പിന്നെ ഓൾ സീസൺ ആയിട്ടുള്ള ചില വെറൈറ്റികൾ മാത്രമേ അത് പൂവിട്ട് വരുള്ളൂ. അതും മഴ പെയ്ത് കഴിഞ്ഞാൽ ആ പൂവ് കരിഞ്ഞു പോകാനോ കൊഴിഞ്ഞു പോകാനോ ഒക്കെ ചാൻസ് കൂടുതലുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിട്ട് ഈ മെയ് മാസം ഇട്ട് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ചെടികൾ പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടല്ല, അതിന് വേണ്ടി തയ്യാറെടുപ്പിന് വേണ്ടി ചെടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചിലപ്പോൾ നൈട്രജൻ അടങ്ങിയ വളങ്ങളായിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റു കമ്പോസ്റ്റ് വളങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് എത്തുന്ന ടൈമിൽ ഇപ്പോൾ മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു സമയങ്ങളിലായിട്ടാണ് പൂക്കുക. ഇത് ഞാനിങ്ങനെ 4 മാസം പറയുന്നത് എന്താ വെച്ചാൽ ചില മാവുകൾ ഒക്ടോബറിൽ തന്നെ, സെപ്റ്റംബർ ലാസ്റ്റ് തന്നെ പൂത്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ അടുത്ത ഘട്ടം വളം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, നൈട്രജൻ കുറച്ച്, ഫോസ്ഫറസ് കൂടുതലായി. ചിലപ്പോൾ നമ്മൾ ജൈവ രൂപത്തിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലുപൊടി, അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ്, ഇതൊക്കെ ലേശം കയറ്റം വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. കാരണം അവിടെ അപ്പോൾ ചെടികൾക്ക് ആവശ്യം ഫോസ്ഫറസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുള്ളതാണ് DAP വളം അല്ലെങ്കിൽ നാനോ DAP വളം. DAP എന്ന് പറയുമ്പോൾ രാസവളമാണ്. അപ്പോൾ DAP എന്ന് പറയുമ്പോൾ ഗ്രാനുലർ രൂപത്തിൽ നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന രാസവളം. അപ്പോൾ രാസവളം മണ്ണിൽ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ DAP അവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാനോ DAP ഉണ്ട് ഇലകളിൽ ഫോളിയർ ആയിട്ട് കൊടുക്കുന്നത്. ആ ഒരു വളം ആ ഒരു സമയത്ത് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ചെടികൾക്ക് കിട്ടണം. കാരണം അതിൽ നൈട്രജൻ കുറവും ഫോസ്ഫറസ് കൂടുതലും, തൊട്ട് താഴെ പൊട്ടാസ്യമാണ് ഉള്ളത്. അപ്പോൾ ചെടിക്ക് പൂക്കാനുള്ള ടെൻഡൻസിയിലേക്ക് ചെടി വരും. കാരണം അതിന് ആവശ്യമായിട്ടുള്ള പോഷകം അവിടെ കിട്ടും ചെയ്യും. അതുപോലെ നമ്മൾ ജൈവ രൂപത്തിലും മണ്ണിൽ എല്ലുപൊടി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുക. വെച്ചാൽ ചാണകപ്പൊടി കുറച്ചിട്ട് എല്ലുപൊടി കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് അയച്ചാൽ ഞാൻ പറയുന്നത് നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റോ ഇട്ട് കൊടുക്കാം. നമുക്ക് ജൈവ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ സെപ്റ്റംബർ ലാസ്റ്റോ ഒക്ടോബർ ഫസ്റ്റ് ആയിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ SOP സ്പ്രേ ചെയ്യുന്ന പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ SOP എന്ന് പറഞ്ഞാൽ SOP ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വലി പൂക്കാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം വേണം, പക്ഷേ കൂടുതലായിട്ട് ഫോസ്ഫറസ് ആണ് ആ ഒരു സമയത്ത് വേണ്ടത്. എല്ലാ മൂലങ്ങളും വേണം കേട്ടോ, പക്ഷേ അതിൽ കൂടുതലായിട്ട് റേഷ്യോ വേണ്ടത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് SOP മാത്രം കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തു പോയി കഴിഞ്ഞാൽ ആ ചെടി പൂക്കണമെന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി പൂത്ത് കഴിഞ്ഞ് കായ് ആവുന്ന ടൈമിൽ ചെടിക്ക് കൂടുതലായിട്ട് കിട്ടേണ്ട മൂലകം എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. ആ ഒരു സമയത്ത് നമുക്ക് SOP നിങ്ങളെ കൈമിൽ വാങ്ങി വെച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു 10 ദിവസം 15 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ 2 ഗ്രാമോ, വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഗ്രാം വരെയൊക്കെ എടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ അത് രാവിലെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ്, കാരണം പ്രധാന മൂലത്തിനായിട്ടും കൂടുതൽ പരിഗണന സെക്കൻഡറി എലമെൻസിന് കൊടുക്കുന്ന പലരും ഉണ്ട്. എന്നോട് ചോദിക്കുന്നതാണ്, ഞാൻ ഒരു വളം ഇട്ട് കൊടുക്കില്ലേ, ഞാൻ എപ്സം സാൾട്ട് കൊടുക്കുന്നുണ്ട്, ചെടി പൂക്കുന്നില്ല എന്ന്. അപ്പോൾ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ അതിൽ മഗ്നീഷ്യം, സൾഫറാണ്, വെച്ചാൽ സെക്കൻഡറി എലമെൻസ് ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ നിരന്തരമായിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന മറ്റു വളത്തിലൂടെ ഒക്കെ അത് കിട്ടും. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് മാസത്തിൽ ഒരിക്കലൊക്കെ നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ പ്രധാന മൂലകങ്ങൾ കിട്ടാതെ സെക്കൻഡറി എലമെൻസ് മാത്രമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ട് യാതൊരുവിധ കാര്യമില്ല.
അതേപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ് നമ്മളെ ഹ്യൂമിക് ആസിഡ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ സൂഡോമോണസ് കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സൂഡോമോണസ് ഒരു വളമല്ല, കാരണം സൂഡോമോണസ് ഒരു ബാക്ടീരിയ ആണ്. അതേപോലെ ഹ്യൂമിക് ആസിഡും ഒരു പ്രധാന വളമല്ല. ഹ്യൂമിക് ആസിഡും അയച്ചാൽ മണ്ണിനെ ഫലപുഷ്ടമാക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടിക്ക് കറക്റ്റ് വലിച്ചെടുക്കാൻ പാകത്തിലാക്കാനൊക്കെയാണ് നമ്മൾ ഹ്യൂമിക് ആസിഡ് മണ്ണിൽ കൊടുക്കുന്നത്, അല്ലാതെ ഒരു പ്രധാന വളമായിട്ടല്ല. ഇപ്പോൾ എപ്സം സാൾട്ട് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം സെക്കൻഡറി എലമെൻറ്റ്സ് ആണ് മഗ്നീഷ്യം, സൾഫറും കാൽസ്യം. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന മറ്റു വളം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ കുമ്മായത്തിൽ കാൽസ്യം ഉണ്ട്. ഇനിയിപ്പോൾ ഡോളോമേറ്റ് ഇട്ടാൽ ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡോളോമേറ്റിൽ കാൽസ്യം അതേപോലെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കൊടുക്കുന്ന മറ്റു വളത്തിലൂടെ ഒക്കെ ഇത് കിട്ടും. അപ്പോൾ സെക്കൻഡറി എലമെൻറ്റ്സ് ഒന്നും കൂടുതലായിട്ട് ചെടികൾക്ക് കിട്ടേണ്ടതല്ല, പക്ഷേ ആവശ്യത്തിന് കറക്റ്റായിട്ട് കിട്ടും വേണം. പ്രധാന എലമെൻറ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക. പ്രധാന NPK നമ്മൾ പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. സെക്കൻഡറി എലമെൻറ്റ്സ് കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മ മൂലകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ബോറോൺ, ഈ ബോറോണും അതേപോലെ പലരും ചോദിക്കുന്നതാണ്. ചെടിൻ്റെ ആദ്യഘട്ട വളർച്ചയിൽ മുതലേ നമ്മളെ പ്രധാന മൂലകം NPK കൊടുക്കുന്നതിന് പകരമായിട്ട് ബോറോൺ മാത്രം കൊടുക്കുന്ന പലരുണ്ട്. ഇതൊക്കെ എന്താ പറയുക, അവർ അറിയാതെ ചെയ്തു പോകുന്ന കേട്ടോ. അപ്പോൾ ഇത് എന്നോട് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെയും പലരും ചെയ്യുന്നുണ്ട് എന്നുള്ള മനസ്സിലാവണം. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ആ ഒരു കാര്യം കൂടി പറയുന്നത് കേട്ടോ. അപ്പോൾ ബോറോൺ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ മൂലകമാണ്, വെച്ചാൽ ചെടികൾക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ടതും അതേപോലെ ചെറിയ അളവിൽ കിട്ടേണ്ടതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി ചെടികൾ കൂടുതലായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെടി പൂക്കുന്നു കായ്ക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ മാത്രം നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്താൽ മതി. അല്ലാത്ത സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ പാക്കറ്റ് നമുക്ക് കിട്ടും, ഫോളിയർ ആയിട്ട് കൊടുക്കുന്നത്. ആ ഒരു പാക്കറ്റിലൊക്കെ ബോറോൺ അടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ചെറിയ ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ മാസത്തിൽ ഒരിക്കൽ 2 ഗ്രാം എടുത്തിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റു ജൈവ വളത്തിലൂടെ ഒക്കെ ഈ സൂക്ഷ്മ മൂലകങ്ങൾ ചെടികൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്പോൾ പൂക്കാനും കായ്ക്കാനാവുന്ന ഒരു ടൈമിൽ മാത്രമേ അതിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുള്ളൂ, കാരണം അത് കൂടുതലായിട്ട് ചെടികൾക്ക് ആവശ്യം വരുള്ളൂ. ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ബോറോൺ ഇപ്പോൾ സെപ്പറേറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ടാറ്റൻ്റെ സോളിബോർ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ വാട്ടർ സോളിബിളാണ്, ഫോളിയർ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതിലൊക്കെ 20% ബോറോൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് 2 to 5 ഗ്രാം വരെ നമുക്ക് എടുത്തിട്ട് ഇലകളിൽ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെച്ചാൽ പൂത്ത് കായ് ആവുന്ന ടൈമിലൊക്കെ ബോറോൺ ഡെഫിഷ്യൻസി വരാതിരിക്കുക. ഇപ്പോൾ ബോറോൺ ഡെഫിഷ്യൻസി എങ്ങനെ വരാമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെച്ചാൽ ഒരു കായ് ഷേപ്പിലല്ലാതെ വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പേരക്ക വരാമെന്നുണ്ട്, ആ പേരക്ക ഷേപ്പിലല്ലാതെ വരിക, പല ഷേപ്പിലായിട്ട് വരിക. അതേപോലെ തന്നെ പേരക്ക കായ്ച്ച് കഴിഞ്ഞാൽ അതിൽ മധുരം ഇല്ലാതിരിക്കുക. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടില്ല, നല്ല ടേസ്റ്റുള്ള പേരക്കാണ്, പക്ഷേ അത് ഇന്ന് പറിച്ചത് അതിന് മധുരമില്ല, അതിന് കളറില്ല. ഇതൊക്കെ ബോറോൺ ഡെഫിഷ്യൻസിയിലാണ് വരിക, കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനൊക്കെ നമുക്ക് ഈ ബോറോൺ ആ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ ചില 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ നമുക്ക് 2 ഗ്രാമോ 5 ഗ്രാമോ എടുത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത ടൈമിൽ ഇപ്പോൾ ചെടി നട്ട ആദ്യ ഘട്ടം മുതൽ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് തന്നെ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം എന്നൊന്നുമില്ല. മൈക്രോ ന്യൂട്രിയൻസ് തന്നെ മാസത്തിലൊരു തവണയൊക്കെ 2 ഗ്രാം എടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ 2 കാര്യം കൂടി ഉണ്ട്, കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഇതാണ് നമ്മളെ കുമ്മായം. കുമ്മായം എങ്ങനെയാണ് കേട്ടോ, ഞാനിപ്പോൾ 3 സെൻറ്റ് സ്ഥലമുണ്ട്, ആ 3 സെൻറ്റ് സ്ഥലത്തിലും മൊത്തത്തിൽ കുമ്മായം വിതറിയിട്ടാൽ മതിയോ, അല്ലെങ്കിൽ ചെടി നടുന്ന കുഴിയിൽ മാത്രമാണോ കുമ്മായിട്ട് കൊടുക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ കുമ്മായിട്ട് കൊടുത്താൽ വെറുതെ വേസ്റ്റായി പോവുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ മണ്ണിൽ നടുന്ന ചെടിയാണെന്നുണ്ടെങ്കിൽ ആ കുഴി 2 കുഴി എടുത്തിട്ട് ആ കുഴിയിൽ ആ മണ്ണിലാണ് നമ്മൾ കുമ്മായം മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറക്റ്റ് നനച്ചും കൊടുക്കണം. കാരണം നനവുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണമുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും തുടർച്ചയായിട്ട് പറയുന്നതാണ്. അല്ലാതെ നമ്മൾ ചെടി നടാനുള്ള ആ പറമ്പിൽ ഒന്നാകെ മേൽമണ്ണയിൽ പോയിട്ട് കലക്കി ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പൗഡർ ഇട്ട് കൊടുക്കുക ചെയ്തിട്ട് യാതൊരുവിധ ഗുണം നമുക്ക് കിട്ടൂല. ഇനിയിപ്പോൾ പോട്ടിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ആ പോട്ട് മിക്സിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ല ഈർപ്പത്തിൽ നമ്മൾ വെക്കേണ്ടത്. അതിനുശേഷം വളമിട്ടിട്ട് നമ്മൾ നടേണ്ടത്. പിന്നെ പലരും പറയുന്നതാണ് വളങ്ങൾ അയച്ചാൽ ഇപ്പോൾ പല SOP ആണെങ്കിലോ അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിലോ മറ്റു വളങ്ങളൊന്നും എൻ്റെ നാട്ടിലുള്ള വളക്കടയിൽ കിട്ടുന്നില്ല, അവിടെ കിട്ടുന്നില്ല, ഇവിടെ കിട്ടുന്നില്ല എന്ന്. ശരി തന്നെയാണ്, എല്ലാ വളക്കടയിലും എല്ലാ വളങ്ങളും കിട്ടണമെന്നില്ല. ഇപ്പോൾ എൻ്റെ വീട് മാത്രമാണ്, ഞാനിവിടെ പന്തരങ്കാവ് ഒരു വളക്കട ഉണ്ട്, അവിടെ പോയാലും അവിടെ സാഫില്ല, സ്യൂഡോമോണസ് ഇല്ല, അതേപോലെ NPK വളങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് കോഴിക്കോട് നമ്മളെ ടൗണിലുള്ള കിസാൻ എക്സലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വളങ്ങളും ഉണ്ട്. അതേപോലെ ഓരോ സ്ഥലത്തും വലിയ വലിയ വളക്കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വളങ്ങളും ഉണ്ട്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള A to Z സാധനങ്ങളും കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമായിട്ട്, അപ്പോൾ പലരും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ആമസോണും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ ഇതിലെന്താണോ കണ്ടൻറ്റ് എന്ന് അറിയുന്നില്ല, ഈ വളം എങ്ങനെയാണോ ഏതാ കമ്പനി അങ്ങനെ ക്വാളിറ്റി ഒന്നും അറിയാതെ വാങ്ങിയിട്ട് കിട്ടുന്നവരും പലരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളങ്ങൾ ഓൺലൈനായിട്ട്, ഇപ്പോൾ വളങ്ങൾ തൊട്ടടുത്ത് നിന്ന് കിട്ടുന്നില്ല, ഓൺലൈനായിട്ട് കിട്ടണമെന്നുണ്ട്. ഇവിടെ അരീക്കോടുള്ള റൂട്ട്സ് അഗ്രി സ്റ്റോറിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ അവരെ വിളിച്ച് ഓർഡർ കൊടുത്ത്
കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊറിയറായിട്ട് വളങ്ങൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാനുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. വെച്ചാൽ സീസണിൻ്റെ തിരക്കായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ റെഡിമെയ്ഡ് മേഖല ആയതുകൊണ്ട് ഇപ്പോൾ പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ തിരക്കായതിനെക്കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അത് രാത്രിയൊക്കെയാണ് വരുന്നത്, പിന്നെ രാവിലെ തന്നെ നീച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിവുകൾ തരാൻ വേണ്ടി, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്